ഈ 4 പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നേ. അതിന് വന്നൊരു കമന്റ് ആണ്, ഏതൊക്കെ പ്രോഡക്ട്സ് ആണ് കേളി ഹെയറിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാ ചെയ്യണത് എന്നൊന്ന് കാണിച്ചു തരാമോ എന്നുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന്. ഷോർട്സിൽ ഇതെല്ലാം കൂടെ നിൽക്കുന്നു തോന്നുന്നില്ല, അതുകൊണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എന്നെ മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ വൈഷ്ണവി, പുതുതായിട്ട് യൂട്യൂബിൽ ജോയിൻ ചെയ്ത മെമ്പറാണ് കേട്ടോ. ആൻഡ് ഇതെന്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് യൂട്യൂബില്. എന്റെ മുടി കണ്ടില്ല, നല്ലോണം ജട പിടിച്ച് കിടപ്പുണ്ട്. 4 days ആയപ്പോ ഞാൻ ഹെയർ കെയർ ചെയ്തിട്ടും ഇത് എന്റെ മുടി ഒന്ന് ചീകിയിട്ട്. സോ നമുക്കിന്ന് ചീകി സെറ്റാക്കാം. അപ്പൊ നമുക്ക് ആദ്യം വേണ്ടത് ഈ 2 ബ്രഷാണ്. നമുക്ക് ചീകി സെറ്റാക്കാം. ഞാൻ ഈ കോമ്പാണ് എടുക്കുന്നത്. ഇതാണ് എനിക്ക് ശരിക്കും കംഫർട്ടബിൾ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ചീപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവേ. ഹെയർ വാഷ് ചെയ്യണ ഡേ തന്നെ നിങ്ങൾ നല്ലോണം മുടി ചീക്കി വൃത്തിയാക്കണേ. ഇല്ലെങ്കിൽ എനിക്ക് CGM ചെയ്തിട്ട് കോംപ് ചെയ്യണത് ബുദ്ധിമുട്ടായിരിക്കും. ജടയൊക്കെ കളഞ്ഞ ശേഷം നമുക്ക് ഹെയർ ഷാമ്പു വാഷ് ചെയ്യണം. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന 2 ഷാമ്പു ആണ് ഇത്. ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇത് തന്നെ ഉപയോഗിക്കണമെന്നൊന്നുമില്ല, ഞാൻ ഉപയോഗിക്കുന്ന കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഷാമ്പു ഉപയോഗിക്കാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ഷാമ്പു ചെയ്ത് ഹെയർ വാഷ് ചെയ്തിട്ട് ഷാമ്പുവിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ കണ്ടീഷണർ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണ്ടീഷണർ എടുക്കാം. ഞാൻ ലോറിയന്റെ ആണ് എടുത്തേക്കണത്. പിന്നെ ഹെയർ മാസ്ക്, വല്ലപ്പോഴും ഹെയർ മാസ്ക് ആണ് നല്ലതാണ് കേട്ടോ. വല്ലപ്പോഴും ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഗ്ലോ അല്ലേ. നമ്മള് കുളിക്കുമ്പോ തന്നെ, ഷാമ്പു ചെയ്യുമ്പോ തന്നെ വെറുതെ ഒന്നിങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കാട്ടാ. ഇപ്പൊ എന്റെ ഹെയർ ഞാൻ കെട്ടിവെച്ചത് കൊണ്ട് തന്നെ ഒന്ന് ഡ്രൈ ആയി. വെറ്റ് ഹെയറിലായിരിക്കണം നമ്മൾ എപ്പോഴും കേളി ഹെയർ ചെയ്യാൻ വേണ്ടി. അപ്പൊ നമ്മുടെ കാലാവസ്ഥയ്ക്ക് നമ്മുടെ മുടി പെട്ടെന്ന് ഡ്രൈ ആവും. അതുകൊണ്ടാണ് ഇങ്ങനെ വെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മുടെ ഈ പ്രോസസ്സ് കുറച്ച് ലോങ് ആണല്ലോ. അപ്പൊ അത്രയും സമയവും ഈ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമെല്ലാം നമ്മുടെ ഹെയർ വെറ്റ് ആയിരിക്കണം കേട്ടോ. ഒട്ടും തന്നെ ഡ്രൈ ആവാൻ പാടില്ല. അങ്ങനെ ഡ്രൈ ആവുകയാണെങ്കിൽ നമ്മൾ ആഫ്റ്റർ റിസൾട്ട് വരുമ്പോഴേക്കും ആഫ്റ്റർ റിസൾട്ട് ഡ്രൈ ആയി പോകും ഹെയർ. അപ്പോ ഇവരാണ് നമ്മുടെ ഹീറോസ്. ഈ 4 പ്രോഡക്ട്സ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാൻ പോണത്. പക്ഷെ ഈ 4 പ്രോഡക്ട്സും വേണ്ട കേട്ടോ. ആപ്പാടെ 2 പ്രോഡക്റ്റ് മതി. ഈ 2 പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഈ 2 പ്രോഡക്റ്റ് ഏതെങ്കിലും 2 മതി. അപ്പൊ ഒന്ന് ജെല്ല്, ഒന്ന് ക്രീം. ഓക്കെ, ഇപ്പൊ ഇത് യൂസ് ചെയ്യാം അല്ലെ. ഫിക്സ് മൈ കേൾസിന്റെ കേൾ ക്വഞ്ചി ഹെയർ ബട്ടർ ആണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. എന്റെ ഏറ്റവും ഫേവറേറ്റ് ഹെയർ ക്രീം ഇതാണ്, ഹെയർ കേളിംഗ് ക്രീം ഇതാണ് കേട്ടോ. ബിക്കോസ് ഇത് ഒട്ടും സ്റ്റിക്കി അല്ല. അത് മാത്രമല്ല നമ്മുടെ ഹെയറിലെ മോയ്സ്ചർ ലോക്ക് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സ്റ്റെപ്പ് ഇൻ കേളി ഹെയർ റൊട്ടീൻ കേട്ടോ. നല്ലോണം സ്ക്രഞ്ച് ചെയ്യുക. നമുക്ക് പറ്റണം അത്രയും സ്ക്രഞ്ച് ചെയ്യുക. ഒരു 15 to 20 മിനിറ്റ്സ് ഒക്കെ ഈ ക്രീം ഇട്ടിട്ട് സ്ക്രഞ്ച് ചെയ്യാൻ ശ്രമിക്കണം. സ്ക്രഞ്ച് ചെയ്യാൻ മാത്രം പോയാൽ സ്ക്രഞ്ച് ചെയ്ത് ഹോൾഡ് ചെയ്യണം കേട്ടോ. ഞാൻ ഇത് സ്പീഡിലാണ് കേട്ടോ കാണിക്കുന്നത്. നിങ്ങൾ നല്ലോണം സ്ക്രഞ്ച് ചെയ്യണം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ജെല്ല്, ഒരു കേളി ഹെയർ ജെല്ല് വെച്ച് നല്ലോണം നമ്മുടെ കേൾസിനെ ഫിക്സ് ചെയ്യണം കേട്ടോ. ഫിക്സ് മൈ കേൾസിന്റെ കേൾ ക്വെഞ്ചിങ് ഫ്ലാക്സ് സീഡ് ജെല്ലിയാണ് ഞാൻ ഈ വീഡിയോ കാണിച്ചിരിക്കുന്നത്. ഇതാണ് എന്റെ പേഴ്സണൽ ഫേവറേറ്റ്, വൺ ഓഫ് ദ പേഴ്സണൽ ഫേവറേറ്റ്. അത്യാവശ്യം പ്രോഡക്റ്റ് എടുത്താലേ കാര്യമുള്ളൂ കേട്ടോ. കുറച്ച് മുടിയാണെങ്കിലും അത്യാവശ്യം പ്രോഡക്റ്റ് എടുക്കണം. അത് മാത്രമല്ല ഞാൻ ഇതിന്റെ കൂടെ കേളപ്പിന്റെ ജെല്ലും കൂടി യൂസ് ചെയ്യണം. കേളപ്പിന്റെ ജെല്ല് കുറച്ചുകൂടെ വാട്ടർ കൺസിസ്റ്റൻസിയാണ്. പക്ഷേ നമ്മുടെ ഫിക്സ് മൈ കേൾസിന്റെ ജെല്ല് കുറച്ചുകൂടെ തിക്ക് കൺസിസ്റ്റൻസി ആണ്. അപ്പോ ഞാൻ കുറച്ച് കേളപ്പിന്റെയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്ടർ ആഡ് ചെയ്യാം. ശരിക്കും വാട്ടർ ആഡ് ചെയ്താൽ മതി. ഞാൻ വെറുതെ കളപ്പ് ജെല്ല് എടുത്തിരിക്കണുണ്ടപ്പോൾ വിചാരിച്ചു അതും കൂടെ എടുത്ത് യൂസ് ചെയ്യാന്ന്. ശരിക്കും ഞാൻ വാട്ടർ എപ്പോഴും യൂസ് ചെയ്യാറ്. വീഡിയോക്ക് എനിക്ക് എന്തോ പറ്റി, ഞാൻ വീഡിയോ കാണുമ്പോഴാണ് അത് എനിക്ക് മനസ്സിലാവണം കേട്ടോ. ഞാൻ ഫിക്സ് മൈ കേൾസിന്റെ കൂടെ കേളപ്പിന്റെ ജെല്ലും യൂസ് ചെയ്തു കഴിയുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ. അപ്പോ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ലോറിയന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ. ഇതാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഈ സിറം കുറച്ചെടുത്താൽ മതിയേ. എന്നിട്ട് നല്ലോണം സ്ക്രഞ്ച് ചെയ്ത് വെക്കുക. നമ്മൾ സാധാരണ മുടിയില് ഹെയർ സിറം പെരട്ടണ പോലെ പെരട്ടാണ്ട് ഇങ്ങനെ സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കാട്ടോ. കേളി ഹെയർ ഉള്ളവർക്ക് അതായിരിക്കും ബെറ്റർ. 90% മുടി ഉണങ്ങിയിട്ടുള്ളതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഉണങ്ങുമ്പോഴേക്കും നമ്മൾ ഈ ജെല്ല് തേച്ചപ്പോ സെറ്റ് ആയിട്ടുണ്ടാവും. അതിനൊന്ന് മാറ്റി വിടാം. ഇങ്ങനെ നല്ലോണം വാരരുത്. സാധാരണ പോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസൺ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേൾസിനെ. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേക്കും കുറച്ചൊന്ന് ലൂസൺ അപ്പ് ആവും, കുറച്ചൊന്ന് ബൗൺസി ആവും കേട്ടോ. അപ്പൊ ഇതാണ് ആഫ്റ്റർ റിസൾട്ട്. ഓക്കെ, എനിക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഇത്രയുള്ള എന്റെ ഒരു കേളി ഹെയർ റൊട്ടീന്. ഞാൻ ചെയ്യണ രീതിയെല്ലാം പെർഫെക്റ്റ് ആണെന്നൊന്നും ഞാൻ ക്ലെയിം ചെയ്യണില്ല കേട്ടോ. ഇത് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ചെയ്യണത് എങ്ങനെയാണോ അതേമാതിരിയാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ വേറൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.